വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചോക്ലേറ്റ് സ്വിസ് റോൾ ആണ്. 200 ഗ്രാം മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 100 ഗ്രാം ബിസ്ക്കറ്റ് എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ്, 1 സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല ഒരു സോഫ്റ്റ് ഡോ ഉണ്ടാക്കണം. ഏകദേശം 1/4 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. 2 ഷീറ്റ് ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഒരെണ്ണത്തിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഡോ വെക്കാം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് മറ്റേ ബട്ടർ പേപ്പറും കൂടി ഇട്ട് നമുക്ക് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് നൈസ് ആവണ്ട, കുറച്ചൊരു തിക്നെസ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതൊരു സ്ക്വയർ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡും കൂടെ ഒന്ന് ഇതുപോലെ ചെയ്തെടുത്ത് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള 100 ഗ്രാം ബിസ്ക്കറ്റ് പൊടിയിലേക്ക് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ബട്ടർ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതും നമുക്ക് ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കണം. അതിലേക്ക് 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത ബട്ടർ പേപ്പർ തിരിച്ചു വെച്ച് അതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ചോക്ലേറ്റിന്റെ മുകളിലേക്ക് നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റും കൂടെ വെക്കാം. നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. കറക്റ്റ് അതിന്റെ മുകളിലേക്ക് തന്നെ വരണം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. ഇപ്പൊ ഇതുപോലെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ 4 സൈഡും ഒന്ന് മുറിച്ചെടുക്കാം, ഒരു സ്ക്വയർ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതുപോലെ 4 സൈഡും മുറിച്ചെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന വിഭവമാണിത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ താഴെ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റോളാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബട്ടർ പേപ്പർ കൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. 2 തൊട്ട് 3 മണിക്കൂർ വരെ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ റോള് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിന്റെ താഴെയാണ് വെക്കുന്നത്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വിസ് റോള് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സൈഡൊക്കെ മുറിച്ചിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്വിസ് റോളാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.